ഞാൻ AP അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ AP അനിൽകുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. AP അനിൽകുമാർ KC വേണുഗോപാൽ ഗ്രൂപ്പിലെ ശക്തനായ നേതാവാണ്. AP അനിൽകുമാർ സത്യവാചകം ചൊല്ലി അദ്ദേഹം മന്ത്രി പദവി ഏറ്റെടുത്തിരിക്കുന്നു. 4 നൂറ്റാണ്ടിലധികമായി നിയമസഭയിലെ സജീവ പ്രാതിനിധ്യമാണ് AP അനിൽകുമാർ. 2004-ലും 2011-ലും മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവ പരിചയമുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. തുടർച്ചയായി ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോഴും അവിടെ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങളുടെ ആ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായ 6ാം ജയമാണ് AP അനിൽകുമാറിന് ഇത്. അദ്ദേഹം ഇത്തവണ VD സതീശൻ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കാനായി എത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ സത്യവാചകം ചൊല്ലി മന്ത്രി പദവി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ സജീവമായി തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒക്കെ ഇടപെടൽ നടത്തുന്ന നേതാവ് കൂടിയാണ് AP അനിൽകുമാർ. ആദ്യഘട്ടം മുതൽ തന്നെ മന്ത്രി പദവി ഉറപ്പിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.